പയ്യാവൂർ ചമതച്ചാൽ കെ.എസ്.ആർ.ടി.സി ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് ഗുരുതര അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ചെറുപുഴയിലേക്ക് പോകുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സും പയ്യാവൂരിൽ നിന്ന് വരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ആ ഗുരുതരമായ പരിക്കേറ്റ ആളുടെ കൈ അറ്റുപോയെന്നാണ് വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അദ്ദേഹത്തെ നിലവിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൻ്റെ കാരണം വ്യക്തമല്ല. ഇവിടുത്തെ സ്ഥലത്തെ നാട്ടുകാർ രക്ഷാപ്രവർത്തകരും പോലീസുകാരൊക്കെ വന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഉളിക്കൽ പയ്യാവൂർ റോഡിൽ ചമതച്ചാലിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപകടമുണ്ടായത്. ചെറുപുഴയിലേക്ക് പോവുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സും ഉളിക്കലിലേക്ക് വരികയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ചട്ടുകുന്ന് കുടിയാൻമല സ്വദേശി മറ്റത്തിൽ സെബാസ്റ്റ്യന്റെ കൈക്കാണ് ഗുരുതര പരിക്കേറ്റത്. നിലവിൽ കെ.എസ്.ആർ.ടി.സി അപകടത്തിൽപ്പെട്ട കെ.എസ്.ആർ.ടി.സിൻ്റെ വാഹനത്തിനുള്ളിലാണ് നമ്മളത്. നമുക്ക് കാണാൻ സാധിക്കും. ചോരയൊക്കെ നല്ല രീതിയിലുണ്ട്. നല്ലൊരു അടിയാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നിലവിൽ ഒരാൾക്കാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റുള്ളത്. ആ ഗുരുതരമായ പരിക്കേറ്റ ആളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിന് കമ്പിയൊക്കെ ഇളകിയിട്ട് കാണാം. അദ്ദേഹം പുറത്തായിരുന്നു അദ്ദേഹത്തിന് കൈ ഉണ്ടായിരുന്നത്. ആ കൈ പുറത്തേക്ക് വന്നതിനെ തുടർന്നാണ് ആ കൈക്ക് പരിക്ക് പറ്റുകയും കൈ അറ്റുപോവുകയും ചെയ്തിട്ടുള്ളത്. ബാക്കി സഹയാത്രികർക്കൊക്കെ ചെറിയ രീതിയിലാണ് പരിക്കുണ്ടായിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിലൊരു അപകടമാണ് ഈ ചമതച്ചാൽ നടന്നിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നടന്നിട്ടുള്ളത്. നിലവിൽ എന്താണ് കൃത്യമായിട്ടുള്ള കാരണം വ്യക്തമല്ല. നിലവിൽ പയ്യാവൂരിൽ നിന്ന് വരുന്ന കാറും ചെറുപുഴയിലേക്ക് പോകുന്ന ബസ്സുമായിരുന്നു. കാറിനും റോഡരികിലെ പോസ്റ്റിലും ബസ് ഇടിക്കുകയായിരുന്നു. ബസിന്റെ സൈഡ് സീറ്റിൽ ഇരിക്കുകയായിരുന്ന സെബാസ്റ്റ്യന്റെ കൈ പോസ്റ്റിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഷോൾഡറിന്റെ ഭാഗത്ത് വെച്ച് കൈ അറ്റുപോവുകയും ചെയ്തു. ഉടൻ തന്നെ സെബാസ്റ്റ്യനെ പയ്യാവൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസും സ്ഥലത്തെത്തിയിരുന്നു.